അപ്പോൾ വെൽക്കം ബാക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം മെക്മോസ്. ഇന്ന് നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ പുതിയ വീഡിയോയിൽ ഒരു റിവ്യൂ ആണ് കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാവുന്ന പ്രോഡക്റ്റ് ആണ് നത്തിങ്ങിന്റെ 3A. ഇതാണ് അതിന്റെ പാക്കിംഗ് വരുന്നത് കേട്ടോ. ഇത്രയേ ഉള്ളൂ ബോക്സ്. സോ ബോക്സ് ഈസ് ഓൾസോ എ നത്തിങ്. ഇതിനകത്ത് ആകപ്പാട് വരുന്നത് പറഞ്ഞാൽ നമ്മുടെ ഡിവൈസ് വരുന്നുണ്ട്, പിന്നെ ഒരു സിം ഇജക്ടർ വരുന്നുണ്ട്, പിന്നെ ഒരു C2C ഒരു ചാർജിങ് കേബിൾ വരുന്നുണ്ട്. നമ്മുടെ അൽക്കുലത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് പേപ്പറും അതും ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഡിവൈസ് ഒന്ന് കണ്ടാൽ ഇതാണ് നമ്മുടെ നത്തിങ്ങിന്റെ 3A ഡിവൈസ് കേട്ടോ. ഡിവൈസ് ഒക്കെ നൈസ് ആണ്, പക്കാണ്. ഡിസൈൻ വൈസ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. കാരണം ഒരു ഡിവൈസ് നമ്മൾ കൈ പിടിക്കുമ്പോൾ തന്നെ ഒരു പ്രീമിയം ലുക്ക്, ഒരു ഫെദർ ലുക്ക് ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു 1 വീക്കായിട്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം. ഡിസ്പ്ലേ വരുമ്പോഴത്തേനും 6.77 ഇഞ്ചിന്റെ FHD+ ഡിസ്പ്ലേ ആണ് വിത്ത് 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഉണ്ട്. പിന്നെ ബെസലെസ് പഞ്ച് ഹോൾ ആണ് കേട്ടോ വരുന്നത്. ആമോലെഡും കൂടെ ആണ് കേട്ടോ ഡിസ്പ്ലേ. ഇത് പവർ ബട്ടൺ ആണ്, ഇത് എസെൻഷ്യൽ കീ ആണ്. അതെന്തിനാണ് നമ്മൾ പറഞ്ഞുതരാം. പിന്നെ ദേ ഇവിടെ 2 വോളിയം ബട്ടൺ ഉണ്ട്. പിന്നെ സ്പീക്കറിന്റെ കേസ് വരുമ്പോൾ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. ദേ ഇവിടെയും ഇവിടെയാണ് സ്പീക്കറിന്റെ വെന്റ് വരുന്നത്. പിന്നെ USB Type 2.0C ആണ് കേട്ടോ, വിത്ത് OTG സപ്പോർട്ടാണ്. പിന്നെ ഇതാണ് സിമ്മിന്റെ പോർട്ട് വരുന്നത്. സിമ്മിന്റെ പോർട്ട് വരുമ്പോഴത്തേക്കും മറ്റേ ഫ്രണ്ടിലും ബാക്കിലും സിം ഇടാൻ പറ്റിയ ടൈപ്പ് പോർട്ടാണ് വരുന്നത്. പിന്നെ ഇതാണ് സിം ഇജക്ടർ. ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് ഒരു വെറൈറ്റി ഡിസൈൻ ഉണ്ട്. ഒരു ബബിൾ പോലെ നിൽക്കുന്ന ഒരു ഡിസൈനാണ് സിം ഇജക്ടറിന് വരുന്നത്. ഇതാണ് അതിന്റെ ടൈപ്പ് C2Cയുടെ ചാർജിങ് കേബിൾ വരുന്നത്. നെക്സ്റ്റ് ഫ്രണ്ട് ക്യാമിലേക്ക് പോകാം. ഫ്രണ്ട് ക്യാം പോകുമ്പോഴത്തേനും 32 MB ഫ്രണ്ട് ക്യാം ആണ് വിത്ത് 180p 60 FPS വരെയാണ് കേട്ടോ ഇതിന്റെ ഫ്രണ്ട് ക്യാം സപ്പോർട്ട് ചെയ്യുന്നത്. വീഡിയോ ഫ്രണ്ട് ക്യാമിന്റെ വീഡിയോ ഒക്കെ ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റിയാണ് 60 FPS വരുമ്പോഴത്തേനും. ബാക്ക് ക്യാമിന്റെ കേസ് വരുമ്പോഴത്തേനും 50-58 ആണ് കേട്ടോ. അതായത് 50 MB ടെലിഫോട്ടോ, 50 MB വൈഡ്, 8 MB അൾട്രാ വൈഡ്. അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ ലെൻസിന്റെ ന്റെ വ്യത്യാസമാണ്. 50 ടെലിഫോട്ടോ വരുമ്പോൾ 50 mm ലെൻസ് ആണ്. 50 MB വൈഡ് ക്യാമറ ലെൻസ് വരുമ്പോഴത്തേനും 24 ആണ്. 8 MB അൾട്രാ വൈഡ് വരുമ്പോഴത്തേനും 50 mm ലെൻസ് ആണ് വരുന്നത്. അപ്പൊ ഇത്രയാണ് ക്യാമറയുടെ കേസ് വരുമ്പോഴത്തേനും. നത്തിങ്ങിന്റെ മെയിൻ സാധനം അറിയാലോ, അട്രാക്റ്റീവ് ആയിട്ടുള്ള ഗ്ലിഫ് ലൈറ്റ്സ്. ഇതിനും പതിപോലെ ഗ്ലിഫ് ലൈറ്റ്സ് ഉണ്ട്. പിന്നെ അത് കൂടാതെ ഇവിടെ ഒരു ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്. ഫ്ലാഷ് ലൈറ്റിന്റെ പവർ എന്റെ പോനെ ഒരു രക്ഷയില്ല കേട്ടോ. റൂമിലേക്ക് വേണ്ട വെട്ടം വരെ ഇതിനകത്ത് കിട്ടും. ആ രീതിയിലുള്ള ലൈറ്റ് ആവും. നമ്മുടെ കണ്ണിന് നല്ല സ്ട്രെയിറ്റ് നോക്കിയാൽ നല്ല ഇറിറ്റേറ്റ് ആവും ഇതിന്റെ ഫ്ലാഷ് ലൈറ്റ് നോക്കുമ്പോഴത്തേനും. ഗ്ലിഫ് ലൈറ്റ് സ്മൂത്ത് ആണ്. നമ്മുടെ ഒരു റിംഗ് ലൈറ്റ് യൂസ് ചെയ്ത് നമ്മൾ നോക്കുന്ന ഒരു ഫീലേ നമുക്ക് കാണത്തുള്ളൂ. ബാറ്ററിയുടെ കേസ് വരുമ്പോൾ ബാറ്ററി 5000 mAh 50 വാട്ട്സ് വരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ബാറ്ററിയാണ്. അല്ല, 50 വാട്ട്സ് വരെ വേണമെന്നില്ല. ഞാൻ ചാർജ് ചെയ്യുന്നത് 18 വാട്ട്സിലിട്ടാണ്. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ ചാർജ് കയറുന്നുണ്ട്. സോ അത് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. 50 വാട്ട്സ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. സംഭവം സ്മൂത്ത് ആണ് ചാർജറിന്റെ കേസ് വരുമ്പോൾ. പ്രോസസർ ചിപ്സെറ്റ് നോക്കുമ്പോഴത്തേനും ക്വാൾകോമിന്റെ സ്നാപ്ഡ്രാഗൺ 7S Gen 3 പ്രോസസറാണ്. അഡ്രീനോ 810 ആണ് ഇതിന്റെ GPU വരുന്നത്. നെക്സ്റ്റ് നോക്കുമ്പോൾ നമ്മുടെ ഫിംഗർ പ്രിന്റ് വരുന്നത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ആണ്. അണ്ടറിലാണ് കേട്ടോ വരുന്നത്. അതുകൊണ്ട് പിന്നെ വലിയ ഒരു കാര്യങ്ങളും കുഴപ്പങ്ങളൊന്നുമില്ല. ഇന്റേണൽ നോക്കുമ്പോൾ 8/128, 8/256 ഒക്കെയാണ് വരുന്നത്. ഇത് 8/256ന്റെ ഡിവൈസ് ആണ് കയ്യിരിക്കുന്നത്. അപ്പം ഇത്രയാണ് ഡിവൈസിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഒരു സ്പെസിഫിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇതിന്റെ യൂസ് ചെയ്തിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുള്ള ഇതിന്റെ പ്രോസും കോൺസും നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിന്റെ ആദ്യം എനിക്ക് പറയാനുള്ളത്, നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു ഇവിടെ പവർ ബട്ടൺ, ഇവിടെ എസെൻഷ്യൽ കീ ആണ്. ഇവിടെ അത് തൊട്ട് ഓപ്പോസിറ്റ് തന്നെ വോളിയം ബട്ടൺ ഇരിപ്പുണ്ട്. അതെനിക്ക് അത്ര ഒരു മാച്ചായിട്ട് തോന്നില്ല. കാരണം ഈ ഫോൺ നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുക്കാനോ വ്ളോഗിങ്ങിന് എടുക്കുകയാണെങ്കിൽ നമ്മുടെ സെൽഫി സ്റ്റിക്ക് കണക്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഇവിടെ ആയിരിക്കും അതിന് സാധനം വരുന്നത്. അപ്പം അത് വെച്ച് നോക്കുമ്പോഴത്തേന് നോർമലായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പം അത് നമുക്ക് എനിക്കൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നുന്നുണ്ട്. ഈ ഒരു വീഡിയോ എടുക്കാനായിട്ട് സ്ട്രൈറ്റ് ഇവിടെയും ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് വരുന്നത്. അതെനിക്ക് നല്ല രീതിയിലൊരു ഡ്രോബാക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ബട്ടൺ എസെൻഷ്യൽ കീ ആയി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കും, അല്ലെങ്കിൽ വോയിസ് റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കും. അത് ഭയങ്കര ഡിമെറിറ്റ് ആണ്. ഈ ഫോൺ വീഡിയോ വ്ളോഗിങ്ങിനൊക്കെ എടുക്കുന്നവർക്ക്, നോർമൽ യൂസിന് ആയിട്ടുള്ളവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യും. പിന്നെ ഇതിന്റെ ക്യാമറ റെക്കോർഡിംഗ് ക്വാളിറ്റി നോക്കുമ്പോഴത്തേനും, ക്യാമറ റെക്കോർഡിംഗ് ക്വാളിറ്റി നോക്കുമ്പം ബാക്ക് ക്യാമിലെ പോർട്രേറ്റ് എനിക്ക് അത്ര ഒരു സുഖമല്ല. പക്ഷേ ബാക്കി വീഡിയോ ആയാലും നോർമൽ ഫോട്ടോ ആയാലും പക്കാണ്. ഒരു 5ൽ ഒരു 3.5 or 4 കൊടുക്കും ഞാൻ. അത്രേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിലെ ഫോണിന്റെ ക്വാളിറ്റി അനുസരിച്ച്. കാരണം ബാക്കിയുള്ള ഈ പ്രൈസ് റേഞ്ചിൽ തന്നെ വേറെ ഫോണുകൾ ഇതിനെക്കാട്ടിയും പക്ക ക്വാളിറ്റി നമുക്ക് തരുന്നുണ്ട്. പോർട്രേറ്റ് മോഡായാലും ബാക്കിയല്ല. പിന്നെ ഇതിന്റെ രക്ഷയില്ലാത്തതാണ് സെൽഫിയിൽ. നിങ്ങളൊരു വ്ളോഗിങ് ആണെങ്കിൽ സെൽഫി ക്യാമറ നോക്കുവാണെങ്കിൽ ഇത് പക്കാണ്. 180p 60 തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസ് തരുന്നുണ്ട്. ആ ഒരു സ്മൂത്ത്നെസ് ആയാലും കാര്യങ്ങളായാലും. പക്ഷേ ഈ ഒരു ഡ്രോബാക്ക് കാരണം വ്ളോഗിങ്ങിന് ഞാൻ ഈ ഫോൺ സജസ്റ്റ് ചെയ്യില്ല. പിന്നെ നോക്കുമ്പോൾ ഡിസ്പ്ലേയിലെ സ്മൂത്ത്നെസ് ഒക്കെ നൈസ് ആണ് കേട്ടോ. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് നമുക്ക് ആ ഒരു പക്കതെ സ്മൂത്ത്നെസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്.
നോക്കുമ്പോൾ തന്നെ. പിന്നെ എടുക്കുമ്പോൾ നമ്മുടെ ഫോൺ 3.0 അപ്ഡേറ്റ് ആയിരിക്കും. 3.1 ആണ് ഇതിന്റെ മെയിൻ വെർഷൻ എന്ന് പറയുന്നത്. സോ അതിലേക്ക് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാതിരിക്കുന്നത്, അപ്ഡേറ്റ് ചെയ്യണം. എന്നാലും നമുക്ക് ഫോണിന്റെ കറക്റ്റ് സ്മൂത്ത്നെസ്സും കാര്യങ്ങളും അറിയാൻ പറ്റത്തുള്ളൂ. കാരണം ഈ ഇതിന്റെ ബേസ് ബിൽഡ് എന്ന് പറയുന്നത് 3.1 അപ്ഡേറ്റ് ആണ് കേട്ടോ, നത്തിങ് 3A. ഓവറോൾ നോക്കുവാണെങ്കിൽ ഞാനൊരു 5 4 കൊടുക്കും. പക്ഷേ എനിക്ക് ഡ്രോബാക്ക് ആയിട്ട് നല്ല ഡ്രോബാക്ക് തോന്നിയത് ഈ ഒരു സംഭവമാണ് കേട്ടോ. ഇവിടെയും ആ ഒരു ബട്ടൺസ് വന്നത് അത് നല്ലൊരു ഡ്രോബാക്ക് ആയിരുന്നു. പിന്നെ ഇതിന്റെ പോർട്രേറ്റ് മോഡും അത്ര അങ്ങോട്ട് ലെവലിൽ എത്തിയിട്ടില്ല. ഇത്രയാണ് എനിക്ക് തോന്നിയതും ഇതിന്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം. ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഇത് 27,999 മേടിച്ച ഫോണാണ്. അപ്പം 8256 25 ആണ് സ്റ്റാർട്ടിങ് വരുന്നത്. ഫ്ലിപ്കാർട്ടാണ് ഇതിന്റെ ഒഫീഷ്യൽ സെല്ലേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലുള്ള അപ്പോൾ എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ പറഞ്ഞത്. സോ നത്തിങ് ഫോൺ യൂസേഴ്സ് ആയിട്ടുള്ളവർ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക, യൂസ് ചെയ്യുന്നവരാണെങ്കിൽ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലുള്ള അപ്പോൾ ഇറ്റ്സ് ദി മെക്മോസാൻ സൈനിങ് ഓഫ്.